സ്നേഹമുള്ളവരെ, എല്ലാവർക്കും ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യമേ തന്നെ ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും എല്ലാവിധ ആശംസകളും എല്ലാവർക്കും സ്നേഹപൂർവ്വം നേരുകയാണ്. നമുക്കറിയാം, ഒരു വിഷമഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമുക്ക് വീണ്ടും കിട്ടുന്നുണ്ടാണ്. ക്രിസ്മസ്, പുതുവത്സരം, അതുപോലെ തന്നെ ഈ പരിപാടികളൊക്കെ നമുക്ക് ആശങ്കയായിരിക്കുന്ന അല്ലെങ്കിൽ കലുഷിതമായിരിക്കുന്ന മനസ്സിലേക്ക് വലിയൊരു കുളിർമഴയായി സമാധാനമായിട്ടാണ് ഉണ്ണിയേശുവിൻ്റെ വരവ്. ആ ഉണ്ണിയേശുവിനെ നമുക്ക് ഹൃദയത്തിൽ സ്വീകരിക്കാം. ഒപ്പം നമുക്ക് സെൻറ് തോമസ് വെള്ളിക്കീൽ ഇടവക മതബോധന വിദ്യാർത്ഥികൾ സമർപ്പിക്കുന്ന സർപ്പോത്സവം എന്നൊരു പരിപാടി നമ്മുടെ ഹൃദയത്തിന് ആനന്ദം നൽകും. നമ്മുടെ മനസ്സുകൾക്ക് ഒരു സന്തോഷം നൽകുന്ന ചെറിയൊരു പരിപാടിയാണ്. അത് നിങ്ങൾ ഹൃദയപൂർവ്വം സ്വീകരിക്കുക. ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും വിദ്യാർത്ഥികളെ ഞാൻ ഹൃദയപൂർവ്വം അനുമോദിക്കുന്നു. ഇതിൻ്റെ പ്രവർത്തിച്ച എല്ലാവരെയും ഹൃദയപൂർവ്വം അനുമോദിക്കുകയാണ്. ചെറിയൊരു പരിപാടിയാണ്. നിങ്ങൾക്ക് ഒരുപാട് സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഈ ഒരു പരിപാടിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. സ്നേഹം മണ്ണിൽ മനുഷ്യനായി പിറന്നതിന്റെ ഓർമ്മയ്ക്കായി നാടെങ്ങും ആഘോഷത്തിരികൾ തെളിയുന്ന ഈ ക്രിസ്തുമസ് രാവ് ലോകം മുഴുവൻ അതിജീവനത്തിന്റെ നാളുകളിലാണ്. പ്രതീക്ഷ നിർഭരമായ ഒരു നല്ല നാളുകളിലേക്കുള്ള ചുവടുവയ്പ്പാകട്ടെ ഈ ക്രിസ്തുമസ്. എല്ലാവർക്കും ക്രിസ്തുമസിന്റെ പുതുവത്സരത്തിന്റെയും ആശംസകൾ നേരുന്നതോടൊപ്പം സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു സെന്റ് തോമസ് PTA നടത്തുന്ന ഓൺലൈൻ സർഗോത്സവത്തിലേക്ക്. I cordially invite Sandra Xavier onto the stage. Sandra Chechi, please come. ലോകം കൊറോണ എന്ന മഹാമാരിയെ പ്രതിരോധിക്കുന്നതിനായി ഭരണാധികാരികളുടെ നിർദ്ദേശമനുസരിച്ച് ഭവനങ്ങൾ തങ്ങളുടെ ലോകമാക്കി മാറ്റിയ ജനതയുടെ തികച്ചും വ്യത്യസ്തരായി നമ്മൾ. അതെ, സെന്റ് തോമസ് വെള്ളിക്കീൽ ഇടവക. വീട്ടിലകപ്പെട്ട ദിനങ്ങളെ പാട്ടിലാക്കിയ ലോക്ക്ഡൌൺ ദിനങ്ങൾ കുട്ടികളുടെയും മുതിർന്നവരുടെയും സർഗവാസനകൾ തൊട്ടുണർത്താനായി ഇടവകയിലെ PTA ഒരുക്കിയ ഓൺലൈൻ സർഗോത്സവം സീസൺ 1 സമാപനമായ ഈ സർഗസന്ധ്യയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴിതുറക്കും. ആരാധനാലയങ്ങൾ പോലും അടയ്ക്കപ്പെട്ട ഈ കാലഘട്ടത്തിൽ കരുണാമയന്റെ കണ്ണുകൾ തുറക്കുന്നതിനായി ഓൺലൈൻ സർഗോത്സവം സീസൺ 1 ജൂനിയർ വിഭാഗം ഭക്തിഗാന മത്സര വിജയ് ദിയ സനോജ് ഇതാ ഒരു പ്രാർത്ഥനാ ഗാനവുമായി നിങ്ങൾക്ക് മുൻപിൽ എത്തുന്നു. കഥന നിവ
ഓൺലൈൻ സർഗോത്സവ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട സുനീഷ് അച്ഛനെ. ഓൺലൈൻ സർഗോത്സവ പരിപാടിയുടെ തുടക്കം മുതലേ തന്നെ വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് അച്ഛൻ നമ്മോട് കൂടെയുണ്ട്. സെന്റ് തോമസ് ഇടവകയെ വിശുദ്ധിയുടെ പാതയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്നേഹബഹുമാനപ്പെട്ട സുനീഷ് അച്ഛൻ ഇതാ നമുക്ക് മുൻപിൽ ഒരു ഗാനവുമായി. നിറഞ്ഞ സ്നേഹത്തോടെയും കയ്യടികളോടെയും അച്ഛനെ ഓൺലൈൻ സർഗോത്സവ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹൃദയത്തിൻ മുൻപിൽ മെഴുതിരിനാളം പോലെ ഉരുകിടുമാത്മാവിൽ നീ നിരുപമ സ്നേഹം നൽകൂ. ഇരുമുറിവിൽ ഞാനേകാം കരളിലെ സ്വപ്നങ്ങൾ തൻ ഒലിവില പൂഞ്ചില്ലകൾ സ്വീകരിക്കൂ നീ സദയം ഇരുഹൃദയത്തിൻ മുൻപിൽ. തിരുവചനം പകരാ അരികിൽ നീ വന്നിരുന്നു. അറിഞ്ഞില്ല എൻ്റെ നാഥ അവിടുത്തെ സാന്നിധ്യം ഞാൻ. തിരുവചനം പകരാ അരികിൽ നീ വന്നിരുന്നു. അറിഞ്ഞില്ല എൻ്റെ നാഥ അവിടുത്തെ സാന്നിധ്യം ഞാൻ. ഇരുളിൻ്റെ പാത തേടി അലയവേ ഞാനറിഞ്ഞു. മനസ്സുഖമങ്ങു ദൂരെ എവിടെയോ പോയി മറഞ്ഞു. തിരുവഴിയേശുനാഥ നിന്റെ നാമമെന്നു മാത്രം. ഇരുഹൃദയത്തിൻ മുൻപിൽ മെഴുതിരിനാളം പോലെ ഉരുകിടുമാത്മാവിൽ നീ നിരുപമ സ്നേഹം നൽകൂ. തിരുഹൃദയത്തിൻ മുൻപിൽ. చుట్టుపక్కల సారా పేరుంది బేబీ, నాటు సారా కన్నా పిల్ల నువ్వే కిక్కంటారే. లారీలకి వచ్చేతారే, నువ్వంటే చచ్చిపోతారే. అల్లో నేరేడు అల్లో నేరేడు అల్లో నేరేడు పళ్ళే అచ్చం నా కళ్ళు. నన్నే చూస్తే కోరికలన్నీ అవుతాయి. డియో డియో డిసక 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 డియో డియో డిసక 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 డి. చూపుల కోరేటు మాటల కోరేటు నవ్వుల కోరేటు నడుము కోరేటు కంపా గుత్తక కావాలంటే ఇస్తాను రిపెట్టు. డియో డియో డిసక 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 డియో డియో డిసక 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 డి. ఉప్పు సొప్పుల్సే ఇవి జస్ట్ శాంపుల్సే. గడి దాటుకొస్తే చూపిస్తాను చాలా యాంగిల్సే. డియో 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 డిసక 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 డియో డియో డిసక 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 డి.
Top angle లో నేను Renault Regal. Low angle లో load చేసిన തൊണ്ണൂറുകളിലെ മലയാളികളുടെ കാതുകൾക്ക് ഇമ്പം നൽകിയ AR റഹ്മാന്റെ സംഗീതം. അദ്ദേഹത്തിന്റെ ആദ്യ ഗാനത്തിന് ശബ്ദം നൽകിയ ആദ്യ ഗായിക റോസ്ലി. അങ്ങനെ പറഞ്ഞാൽ അറിയാൻ വഴിയില്ല. റോജ എന്ന ചിത്രത്തിലെ ചിന്ന ചിന്ന ആശേ എന്ന ഗാനം പാടി ഹിറ്റാക്കിയ നമ്മുടെ സ്വന്തം മിൻമിനി. നമ്മുടെ ഓൺലൈൻ സർഗോത്സവത്തിലെ ഭക്തിഗാന മത്സര വിജയി ഏഞ്ചൽ റോസ്ലി, നമ്മുടെ കൊച്ചു മിൻമിനി, ഇതാ നിങ്ങൾക്ക് മുൻപിൽ ചിന്ന ചിന്ന ആശേ എന്ന ഗാനവുമായി. ഐ വെൽക്കം ഏഞ്ചൽ റോസ്ലി ടു ദി സ്റ്റേജ്. சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்த விட்ட ஆசை வெண்ணிலவு தொட்டு முத்தமிட ஆசை எண்ணிக்கொண்ட பூமி சுற்றி வட ஆசை சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்த விட்ட ஆசை வெண்ணிலவு தொட்டு முத்தமிட ஆசை என்ன இந்த பூமி சுற்றி வட ஆசை சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை மல்லிகை பூவாய் மாறிவிட ஆசை தெங்களை கொண்டும் மாறிவிட ஆசை மேகந்திதையெல்லாம் தொட்டுவிட ஆசை சூட்டமிதமெல்லாம் விட்டுவிட ஆசை கால்குழுதி உலகை காற்றிவிட ஆசை. ഓൺലൈൻ സർഗോത്സവത്തിൽ പങ്കെടുത്ത എല്ലാ മത്സരങ്ങളിലും തന്റേതായ സാന്നിധ്യം തെളിയിച്ച കൊച്ചു കലാകാരി. ഓൺലൈൻ സർഗോത്സവം ഒരുക്കിയ സൂപ്പർ ഡാൻസർ മത്സരത്തിൽ ജൂനിയർ വിഭാഗം വിജയ്. ചിക്കിനി ചമ്മേലെ എന്ന സൂപ്പർ ഹിറ്റ് ഹിന്ദി ഗാനത്തിന് ചുവടുവെച്ചുകൊണ്ട് നിങ്ങൾക്ക് മുൻപിൽ ഇതാ ലിനറ്റ് ലിൻസൺ. में रहना
2 നൂറ്റാണ്ടുകൾക്കപ്പുറം സമൂഹത്തിലെ ദുഷിച്ച പ്രവണതകൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ പിറവികൊണ്ട കലാരൂപം. കേരളീയ ഗ്രാമീണ സദസ്സുകളെ വിശ്വസാഹിത്യം പരിചയപ്പെടുത്തിയ കലാരൂപം. ഇക്കഴിഞ്ഞ സ്കൂൾ യുവജനോത്സവത്തിൽ സബ് ജില്ലയിൽ A ഗ്രേഡോടുകൂടിയും ജില്ലയിൽ B ഗ്രേഡോടുകൂടിയും നമ്മുടെ ഇടവകയുടെ അഭിമാനമായി മാറിയ ലിജ കമലസ് ഇതാ ഒരു കഥാപ്രസംഗവുമായി നിങ്ങളുടെ മുൻപിലേക്ക്. ഓൺലൈൻ സർഗോത്സവ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ ലിജയെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. കിംവദന്തികൾ വർഗീയ കലാപത്തിന് കാരണമായി തീർന്നു. ഒരു തീപ്പൊരി മതി കാറ്റ് തീയായി മാറാൻ. കഥ തീപ്പൊരിയിൽ നിന്ന്. എന്താണ് അവിടെ ഒരു ബഹളം? ഭയപ്പെടേണ്ട, അതൊരു ലഹളയൊന്നുമല്ല, പതിവ് സംസാരം മാത്രം. സ്ഥലം പപ്പുപ്പിള്ളിയുടെ ചായക്കട. പ്രാതലിന് ആ നാട്ടുഗ്രാമത്തിലെ ആളുകൾ ഒരുമിച്ച് കൂടുന്നത് അവിടെയാണ്. പത്രത്തിലെ വാർത്തകൾ പൊടുപ്പും തൊങ്ങലും വെച്ച് തട്ടി വിടുകയാണ് അവിടെ. ലോക വാർത്തകൾ, കൊച്ചു രാഷ്ട്രീയം, പിന്നെ എരിവും പുളിയും ചേർത്ത കുറച്ച് പരദൂഷണവും. നാരായണൻ, കുഞ്ഞുമറിയത്, യൗസേപ്പ്, അങ്ങനെ സ്ഥിരം പറ്റുക ഒരുപാട് പേർ. കാരണം വിശേഷ വിഭവങ്ങൾ കിട്ടണമെങ്കിൽ പപ്പുപിള്ള തന്നെ ശരണം. പപ്പുപിള്ള നടത്തണ ചായക്കടയിൽ കയറിയാലേ പപ്പടമേറെ കിട്ടും, പുട്ടും കടലക്കറി വേറെ. ഇത്തിരി നേരം ഇരുന്ന് സ്വറിക്കാൻ അവിടെ പലരെത്തും. ഒത്തൊരുമിച്ചവർ കൈമാറും പല നാട്ടുവിശേഷങ്ങൾ. പപ്പുപിള്ളയുടെ കടയുടെ തൊട്ടടുത്താണ് കുഞ്ഞുമൊയ്തീനും നിൽക്കാനുള്ളത്. അവിടെ വീട് വെറുപ്പുകാരനാണ് അദ്രുമാൻ. പപ്പുപിള്ളയും കുഞ്ഞുമൊയ്തീനും ഉറ്റ സുഹൃത്തുക്കളാണ്. കുഞ്ഞുമൊയ്തീനും ചായ കുടിക്കുന്നു തോന്നിയാൽ കൈ നേരെ പിള്ളയുടെ കടയിലേക്ക് നീട്ടും. പാകത്തിന് പാലും പഞ്ചസാരയും ചേർത്ത ഒന്നാന്തരം ചായ ആ കൈകളിൽ പിടിച്ചു. ഇനി പിള്ളേക്ക് ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നിയാലോ വിരലുകളിൽ ഇങ്ങനെ പിടിച്ച് കുഞ്ഞുമൊയ്തീന്റെ കടയിലേക്ക്. വിരലുകിടിൽ വീടിരടി അത് കത്തിച്ച്. അവരുടെ കുടുംബവും അത്രമേൽ സമൃദ്ധത്തിലാണ്. അത് ആ ഗ്രാമം മുഴുവനും അങ്ങനെയാണ്. മതസൗഹാർദ്ദത്തിന്റെ വരികളിലല്ല ദൈവത്തിന്റെ സ്വന്തം നാം. അമ്പലത്തിൽ മുഴങ്ങും, പള്ളിയിലോ വിളിക്കും, വലിയ പെരുന്നാളും ഓണം എല്ലാവർക്കും ഉത്സവനാൾ. വിശ്വാസ ചന്ദന വരയും നിസ്കാരത്തിന്റെ തഴമ്പും കീഴ്നെറ്റിയിൽ മിന്നുന്നു ഒരു മൈലവരും വാഴുന്നു. അങ്ങനെ എനിക്ക് പപ്പുപിള്ളിയുടെ കടയിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു. താടിയും മുടിയും നീട്ടി വളർത്തിയ ഒരു ഹിപ്പി വേഷക്കാരൻ. അയാളുടെ കയ്യിൽ ഒരു നോട്ടീസ് ഉണ്ടായിരുന്നു. അയാൾ ഉറക്കെ വായിച്ചു. പ്രതീക്ഷിപ്പേ മല്ലയുദ്ധ പോരാട്ടം വരുന്ന ഞായറാഴ്ച മയ്യനാട് ഹനുമാൻവിലാസം സ്റ്റേഡിയത്തിൽ. മല്ലയുദ്ധമെന്ന് കേട്ടതും സ്വതവേ ഗുസ്തിക്കമ്പക്കാരായ പിള്ളി മധുമാനും ആവേശമായി. ആരൊക്കെയാ ഫർമാന്മാർ? അവർ ഒരുമിച്ച് ചോദിച്ചു. അഖിലത്തെ ലഗാമായ നാമറിയപ്പെടുന്ന മേക്കാരനാണ് പിള്ളാർമാ. മേക്കാരന്റെ പേര് കേട്ടത് പിള്ളഞ്ചാറ് ചാട്ടം. മേക്കാരനാണെങ്കിൽ നോക്കണ്ട സാറേ, ആദ്യം പന്താടുന്നവല്ലേ മേക്കാരൻ. പിള്ളയുടെ ആ മേക്കാരൻ ചോദ്യം അദ്രുമാൻ അത്ര പിടിച്ചില്ല. നിങ്ങളെതിരാരാണെന്ന് പറ സാറേ. പഞ്ചാബ് മല്ലൻ മുഹമ്മദ് ഹുസൈന്റെ പേര് കേട്ടതും അദ്രുമാനും 100 നാവായി. ഹുസൈനാണെങ്കിലും വെറുതെ ബസ്സോര് ഇടണ്ടാവില്ലേ, 5-6 തേങ്ങാണേലും തഞ്ചത്തിൽ സൂപ്പാക്കുന്നു. ഈ ബ്രഹ്മ വിചാരിച്ച തൊടാൻ പറ്റുള്ള മേക്കാടിന് പിന്നെ അല്ലെങ്കിലും ഹുസൈൻ. ഈ ബ്രഹ്മാനുസാരിക്കാരന് ചിലപ്പോ അവൾ ഹുസൈൻ സാർ. കുഞ്ഞുമൊയ്തീനെ വിട്ടു. പിള്ളേക്ക് കലി കയറി ബ്രഹ്മാവെന്ന് പറഞ്ഞാലുണ്ടല്ല. അതിനിടയിലാണ് അദ്രുമാന്റെ വക ഒരു നാരുണ്ട്. അല്ലോ ചിക്ക, ഈ ഗമ എന്ന് പറയുന്നത് ഇസ്ലാം അല്ലയോ? ഇസ്ലാമിന്റെ പേര് ഇങ്ങനെ കാസറിനിടുക. മനുഷ്യന്മാരുടെ പേര് മൃഗത്തിനിരുന്നില്ലേടോ. കീടുന്ന പിള്ളിയുടെ പ്രച്ച് നശിച്ചു. പിള്ള കുഞ്ഞുമൊയ്തീൻ നേരെ കുടിച്ചു. പെട്ടെന്ന് കുഞ്ഞുമൊയ്തീൻ മുന്നോട്ടിനായി പിള്ളയുടെ അതാ പിള്ളയുടെ കൈ ദോഷത്തോടൊപ്പം മുകളിലോട്ടിരുന്നു. അത് വന്ന് പറിച്ചതോ കുഞ്ഞുമൊയ്തീന്റെ ശിരസിൽ പിളർന്ന് അല്ലാ എന്ന് വിളിച്ചുകൊണ്ട് അയാൾ താഴേക്ക് വീണു. കണ്ടുനിന്ന് അദ്രുമാനെ നിയന്ത്രണം വിട്ടു. അദ്രുമാന്റെ കയ്യിലുണ്ടായിരുന്ന വീട്ടിലൊരുക്കുന്ന കത്രയെ കൊണ്ട് പിള്ളയുടെ ഒരു നിമിഷം കൊണ്ട് ആ ചായക്കട ഒരു ചോരക്കളമായി മാറി. വാർത്ത കാട്ടുതീ പോലെ പടർന്നു. സത്യം നിന്ന് ആരും അന്വേഷിച്ചില്ല. അതാർക്കും അറിയില്ലായിരുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം അതൊരു കലാപമായി മാറി. കലാപകാരികൾ തലവും വിലങ്ങും അക്രമങ്ങൾ അഴിച്ചു വിട്ടു. വീടുകളിൽ കുടികളിൽ വിദ്യാലയങ്ങൾ പോലും അവർ ബന്ധപ്പെട്ടില്ല. ആത്മീത്രങ്ങൾ കൊല്ലുന്നു, കൊലപ്പെടുത്തുന്നു. എങ്ങും പട്ടഹാസങ്ങൾ, പോർവീടുകൾ, ധീരരോഹിതങ്ങൾ. മനുഷ്യ
രാത്രി ഇവർ കൊണ്ടുവന്നു. ആ രാത്രി പുലരുമ്പോഴേക്കും ആ ഗ്രാമം ഒരു ചുടലക്കളമായി മാറി. കുടിലുകൾ ചാറി കൂനകളായി കുടിലകൾ താണ്ഡവമാടി, അളവിട്ടുഗ്രഫലങ്ങൾ വിടർത്തിയ മതനാഗങ്ങൾ വിഷം ചീറ്റി, മരണം മത്തു പിടിച്ചു നടന്നു മനുജനു മണ്ണിൽ മനം പൊട്ടി. എങ്ങും ശ്മശാന മുഖതം. പുരുഷന്മാർ ആ ഗ്രാമം വിട്ടുപോയി. ആർക്കും ആരുടെ മേലും നിയന്ത്രണമില്ലാത്ത ദിനരാത്രങ്ങൾ. അതാ ആ നോട്ടീസ് വായിച്ച ചെറുപ്പക്കാരൻ വഴിയിൽ തളർന്നു കിടക്കുന്നു. അന്ന് കലാപകാരങ്ങളുടെ അട്ടഹാസങ്ങളും കോർവിളികളും. മനുഷ്യ സഹോദരങ്ങളെ തലയിറക്കുന്നതിനായി അവർ ഓടി വരികയാണ്. അവർ കായലിൽ കണ്ടുപിടിക്കും. ഞങ്ങളുടെ ഞാൻ ആരുടെയും ആളല്ല, എല്ലാവരും എന്റെ സഹോദരങ്ങളാണ്. സഹോദരങ്ങൾ ആ കൂരിട്ടിലും ബഹളത്തിനിടയിൽ അയാളുടെ ആ ദീനവിലാപം ആരും കേട്ടില്ല. ചോരത്തളം കെട്ടി നിൽക്കുന്ന വീതിയിൽ കൂനരുമ്പുകൾ മാത്രം, കൂരിരുട്ടിൽ നിന്ന് കുത്തേറ്റുവാങ്ങുന്ന ദീനവിലാപങ്ങൾ മാത്രം. ദിവസങ്ങൾ കടന്നുപോയി. ഭ്രാന്ത് ശമിച്ചു. മനുഷ്യ പിശാചുകൾ മാരകനൃത്തമായിരുന്ന വഴികളിലൂടെ മനുഷ്യർ നടന്നു തുടങ്ങി. അതാ വഴിയിലൂടെ മുഹമ്മദ് കടന്നു വരുന്നു. കത്തിക്കരിഞ്ഞ കടയുടെ മുമ്പിൽ അവൻ നിന്നു. കണ്ണുകൾ നിറഞ്ഞൊഴി. അപ്പോഴാണ് കയ്യിൽ മുളങ്കമ്പുകളും ഓലയും ഏന്തി ഗോപാലൻ, അതെ പപ്പുമലയുടെ അനുജൻ, ആ വഴി കടന്നു വരുന്നത്. എന്തിനാണ് ആ മുഹമ്മദേ നീ കരയുന്നേ? ഇത് കണ്ട എങ്ങനെയാണ് ആ കരയാതിരിക്കുക? എന്റെ ഉമ്മയ്ക്കും എന്റെ എക്സന്മാർക്കും ഞാൻ മാത്രമേ ഉള്ളൂ. ഇനി അവരാളാണ് പോച്ച. വിഷമിക്കല്ലേടാ, നിന്റെ ഉപ്പയും എന്റെ ചേട്ടനും ഒരമ്മ പറ്റ മക്കളെ പോലെ കഴിഞ്ഞില്ലേടാ. ആരാടോ എങ്ങാണ്ട് മഞ്ഞ പിടിക്കുന്ന കാര്യത്തിൽ ചൊല്ലി അവർ തമ്മിൽ വഴക്കിട്ടു. തമ്മിൽ തല്ലി മരിച്ചു. തിരക്ക് ഈ ഗ്രാമം മുഴുവൻ വ്യാപിച്ചു. പോയതാക്കുക നമുക്ക് തന്നെ. പോയവരൊക്കെ പോയി. നമുക്കിനി ഇവിടെ കട കൂടി കെട്ടിപ്പോക്കണം. എന്തിനാടാ ഈ രണ്ട് കട? ഒറ്റക്കട മതി, ഒറ്റക്കട. ആ രണ്ട് സുഹൃത്തുക്കൾ പോലെയും മുളങ്കമ്പുകളും ഉപയോഗിച്ച് ഒരു കട കൂടി കെട്ടിപ്പോക്കുകയാണ്. മതസൗഹാർദ്ദത്തിന്റെ പുതിയ കാറ്റ് ആ ഗ്രാമത്തിൽ വീശി തുടങ്ങി. വഴക്കെല്ലാം മറന്നിട്ട് മുഹമ്മദും ഗോപാലനും വഴിവക്കിൽ ഒരു പങ്ക് കട തുടങ്ങി. പൊടിച്ചായ കുടിച്ചുകൊണ്ട് അരവിയും അനന്തനും തിടുക്കത്തിൽ ഒരു കൂടി എഴുതി വെച്ചു. മതകിരുക്കന്മാർക്ക് ഇവിടെ പ്രവേശനമില്ല, മനുഷ്യർക്ക് സ്വാഗതം. അവർ തുറപ്പിച്ചു പറഞ്ഞു. മതകിരുക്കന്മാരെ മനസ്സിൽ സൂക്ഷിക്കാത്തവരെടുത്ത് നമുക്കും ജീവിക്കണം. പ്രിയപ്പെട്ടവർ, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ഗുരുവചനം സ്മരിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. മലയാളിയുടെ വാനമ്പാടി ചിത്രയുടെ ആലാപന മാധുര്യത്തിൽ മലയാളത്തിന്റെ പ്രിയ കവി ONV കുറുപ്പ് എഴുതി ജോൺസൺ മാഷ് സംഗീതം നൽകിയ മഴവിൽ കാവടി എന്ന ചിത്രത്തിലെ തങ്കത്തോണി തെന്മലയോരം എന്ന മനോഹര ഗാനം. ഓൺലൈൻ സർഗോത്സവം ഭക്തിഗാന മത്സരം സീനിയർ വിഭാഗം വിജയി സിമിലിയ സേവ്യർ ഇതാ നിങ്ങൾക്കായി ആലപിക്കുന്നു. പാലക്കൊമ്പിൽ പാൽക്കാവടിയും
90കളിലെ താരജോഡികളായ മോഹൻലാൽ, ശോഭന അഭിനയിച്ച് ആടിത്തിമിർത്ത മിന്നാരം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ ഒരു വല്ലം പൊന്നും പോവും എന്ന അടിപൊളി ഗാനത്തിന് ചുവടുകളുമായി ഇതാ നിങ്ങൾക്ക് മുൻപിലെത്തുന്നു ഓൺലൈൻ സർഗോത്സവം സൂപ്പർ ഡാൻസർ സീനിയർ വിഭാഗം വിജയ് മിഷ്മ ഏഞ്ചൽ. താളി ഞാൻ തേച്ചു തരാം നിന്റെ കളിമേനിയാകെ ഞാനോ മരിക്കാം ചാരിക്ക ചന്ദനം ഞാനൊരുക്കാം നിന്റെ തൊടുനെറ്റിപ്പൂവിലൊരും വയ്ക്കാം അരയിലാടുന്ന പുടവ മൂടുന്നൊരഴകും ഞാനല്ലേ കരടിലാളുന്ന കരലിൽ വീഴുന്ന ശലഭം ഞാനല്ലേ കതിരവനെതിരിടും ഇളമൊരു കിളിയുടെ ചിറകിലരികയണയാം സംഗീത സംവിധാനം, ആലാപനം, രചന എന്നീ മേഖലകളിലെല്ലാം കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇടവകയുടെ സ്വന്തം കലാകാരൻ. കൈതപ്പുറം ജോൺസൺ മാഷ് കൂട്ടുകെട്ടിൽ പിറന്ന ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിലെ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം എന്ന മനോഹര ഗാനവുമായി നിങ്ങളുടെ മുൻപിലെത്തുന്നു ഓൺലൈൻ സർഗോത്സവത്തിന്റെ സ്വന്തം പാട്ടുകാരൻ സെൽവിൻ ഫ്രാൻസിസ്. സല്ലാപമേറ്റുണർന്ന് വാരിജങ്ങളും ശുഭരാഗരൂപിയാം നവനീതചന്ദ്രനും സല്ലാപമേറ്റുണർന്ന് വാരിജങ്ങളും ശുഭരാഗരൂപിയാം നവനീതചന്ദ്രനും ചൈത്രവേണുമൂതും ചൈത്രവേണുമൂതും മധുമന്ത്രകോകിലങ്ങളും മേളമേകും ഇന്ദ്രനീല രാത്രി തേടവേ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമാടും
അഴകിൻ പവിഴം പൊഴിയും നിന്നിൽ അമൃതകണമായി സഖി ധന്യനായി ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്നസാനുവിൽ വിലോല മേഘമായി ഇന്ത്യൻ മൈക്കൽ ജാക്സൺ എന്നറിയപ്പെടുന്ന പ്രഭുദേവയുടെ പോപ്പുലറായ ഡാൻസും പാട്ടും ഏത് എന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ: മുക്കാല മുക്കാപ്പല. ഓൺലൈൻ സർഗോത്സവം സൂപ്പർ ഡാൻസർ വിജയി ഷാൻഡി മരിയ ഇതാ നിങ്ങൾക്ക് മുൻപിലെത്തുന്നു നമ്മുടെ ഓൺലൈൻ വേദിയെ പ്രകമ്പനം കൊള്ളിക്കാൻ. उससे जहां से मिटा मुकाला मुकाबला लैला ओहो लैला मुकाबला सुभान अल्लाह लैला ओहो लैला मैं हुआ तेरा मजनू तू बन जा मेरी लैला चलेगा जादू तेरा मेरा पहला पहला कि ये तेरी बातें डरता है मेरा जिया तू ही बता दे जरा क्या है इरादा तेरा दिल को संभाले तू हीरो मैं ही तो हूँ तेरा तेरी ही बातों ने तो मुलाकातों ने जीना मुझसे मेरा है जिया मुकाला मुकाबला लैला ओहो लैला मुकाबला सुभान अल्लाह लैला ओहो लैला ഒരു മനുഷ്യായുസിന്റെ വസന്തകാലം മുഴുവൻ രാജ്യത്തിനു വേണ്ടി ത്യജിക്കുന്നവർ, സ്വന്തം ജീവൻ രാജ്യത്തിനു വേണ്ടി ബലിയർപ്പിക്കാൻ സന്നദ്ധരായ മഹാത്യാഗികൾ, അതെ നമ്മുടെ ജവാന്മാർ. മേജർ രവിയുടെ പട്ടാള ചിത്രമായ കീർത്തിചക്ര എന്ന സിനിമയിലെ ഒരു ഗാനവുമായി നാടൻ പാട്ടുകളിലൂടെയും ഗാനമേളകളിലൂടെയും ശ്രദ്ധേയനായ ഇടവകയുടെ സ്വന്തം കലാകാരൻ രാകേഷ് ലൂക്ക. ഹുദാസെ മന്നത്ത് ഹോമേരി എന്ന മനോഹര ഗാനവുമായി നിങ്ങൾക്ക് മുൻപിലെത്തുന്നു ഓൺലൈൻ സർഗോത്സവ വേദിയുടെ സ്വന്തം കലാകാരൻ രാകേഷ് ലൂക്ക. उदास
नजारा ओ खुदाया लौटा दे कश्मीर दोबारा ओ खुदाया लौटा दे कश्मीर दोबारा मेरे रूप की तस्वीर मेरा कश्मीर ओ खुदाया लौटा दे कश्मीर दोबारा ओ खुदाया लौटा दे कश्मीर दोबारा ओ चारों तरफ तो पहले सुकून की सुकून आवाम को बदन से इश्क का जुनून दा अब यहाँ ककन है अब वहाँ कौन है मेरी औलाद मेरा कश्मीर से महरूम है महरूम है महरूम है महरूम है मेरा कश्मीर समारा क्यों जब इसको यूं जड़ना गा मेरा कश्मीर समारा क्यों जब इसको यूं जड़ना गा हुस्न मा मंजर पे खंजर क्यों चलाया हुस्न मा मंजर पे खंजर क्यों चलाया ओ खुदाया लौटा दे कश्मीर दोबारा ओ खुदाया लौटा दे कश्मीर दोबारा मेरे रूप की तस्वीर मेरा कश्मीर ओ चाहे कफन का चोला मुझको पहना दे दो मेरे बच्चे को वो जन्नत वो कश्मीर दिखा दे दो वो मेरा गुलिस्तान बन गया शमशान यह मौत ही तकदीस पे अड़ा है हर इंसान अड़ा है हर इंसान तमन्ना है गुजारिश है वो दर्द दिल की ख्वाहिश है तमन्ना है गुजारिश है वो दर्द दिल की ख्वाहिश है रूप की कश्ती को दिला दे तो किनारा वो अमन वो चमन का नजारा ओ खुदाया लौटा दे कश्मीर दोबारा मेरा कश्मीर मेरा कश्मीर मेरा कश्मीर मेरा कश्मीर मेरा कश्मीर मेरा कश्मीर മധുരിക്കുന്ന ഒരു പിടി നല്ല ഓർമ്മകൾ സമ്മാനിക്കാം. വിരസത നിറഞ്ഞ നിങ്ങളുടെ രാപ്പകലുകൾ സർഗാത്മകമാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചുവെങ്കിൽ അത് നിങ്ങൾ ഇടവക വിശ്വാസികൾ ഓൺലൈൻ സർഗോത്സവത്തെ നെഞ്ചോട് ചേർത്ത് നിർത്തിയതിനാലാണ്. ആശങ്കകളുടെയും കരുതലിന്റെയും ദിനങ്ങൾ വിട്ടൊഴിഞ്ഞു സ്നേഹപൂർണമായ കൂടിച്ചേരലുകളുടെയും പങ്കുവയ്ക്കലിന്റെയും നല്ല ദിനങ്ങൾ വന്നു ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഓൺലൈൻ സർഗോത്സവം സീസൺ 1 വിട പറയട്ടെ. കലാപരമായ നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനുള്ള വേദിയൊരുക്കി വ്യത്യസ്തങ്ങളായ മത്സര പരിപാടികളിൽ പുതുമ നിറച്ച് ഞങ്ങൾ വീണ്ടും വരും ഓൺലൈൻ സർഗോത്സവം സീസൺ 2വുമായി. അതുവരെ കാത്തിരിക്കുക. നന്മയുടെ നാളുകൾ നേർന്നുകൊണ്ട് വിട പറയട്ടെ. ദിസ് ഇസ് സാന്ദ്ര സേവ്യ സൈനിങ് ഔട്ട്. ഗുഡ് ബൈ.